നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിങ്കുന്നം എന്ന ജംഗ്ഷൻ, തൊടുപുഴയ്ക്കടുത്തുള്ള കരിങ്കുന്നം ജംഗ്ഷനിൽ നിന്ന് നേരെ വേങ്ങല്ലൂർ ബൈപ്പാസിലേക്കാണ്. വളരെ നല്ല മനോഹരമായ റോഡാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് വെച്ചാൽ കോലാനി ജംഗ്ഷൻ ടച്ച് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേങ്ങല്ലൂർ ജംഗ്ഷനിലെത്താം. വേങ്ങല്ലൂർ ജംഗ്ഷനിൽ നമുക്ക് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. ലെഫ്റ്റ് എടുത്താൽ നേരെ മൂവാറ്റുപുഴ, അങ്കമാലി അങ്ങനെ പോവാം. നേരെ പോയാൽ നമുക്ക് മൂന്നാർ സൈഡിലേക്ക് പോവാം. പിന്നെ റൈറ്റ് എടുത്താൽ നേരെ തൊടുപുഴ ടൗണിലോട്ട് ചെല്ലാം നമുക്ക്. അപ്പോൾ നമ്മൾ തൊടുപുഴ ടൗൺ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടച്ച് ചെയ്യുന്നില്ല. ടച്ച് ചെയ്താണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കോലാനി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് തൊടുപുഴയുള്ള മങ്ങാട്ടുപല ബൈപ്പാസിന് മുമ്പുള്ള ഒരു ജംഗ്ഷനാണ്. നമുക്കൊരു റൗണ്ട് അബൌട്ടൊക്കെ കാണാം. അപ്പോൾ നമ്മൾ നേരെയാണ് പോകുന്നത്. നേരെ പോയാൽ മുമ്പേ പറഞ്ഞ പോലെ ലെഫ്റ്റിലേക്ക് പോകാമെങ്കിൽ മൂവാറ്റുപുഴ, അങ്കമാലി, എറണാകുളം അങ്ങനെ പോകാം. നേരെ പോകാമെങ്കിൽ മൂന്നാർ പോകാം. റൈറ്റിലോട്ടാണെങ്കിൽ തൊടുപുഴ ടൗണിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. ഏതായാലും നല്ല അടിപൊളി റോഡാണ്. ഇരുവശത്തും നല്ല ഗ്രാമീണ ഭംഗിയാണ്. വളരെ ആസ്വദിച്ച് പതുക്കെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. അധികം വേഗതയൊന്നും എടുക്കണ്ട. വളരെ ആസ്വദിച്ച് തന്നെ പതുക്കെ മുന്നോട്ട് പോവുക. അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേങ്ങല്ലൂർ ബൈപ്പാസാണ്. ഒരു സിഗ്നലാണ്, ഒരു നാൽക്കവലയാണ്, ജംഗ്ഷനാണ്. അവിടെ നമ്മൾ എറണാകുളത്തോട്ട് പോകേണ്ടവർ ലെഫ്റ്റ് എടുക്കുക. ഇനി മൂന്നാർ അങ്ങനെ ആ റൂട്ടിൽ പോകേണ്ടവർ, അടിമാലി അങ്ങനെ പോകേണ്ടവർക്ക് നേരെ പോവാം. നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ ആഗ്രഹമൊന്നുമില്ല, ആഹാരം ഉണ്ടെന്ന് പറഞ്ഞു. ആഹാരം അവിടെ ആഗ്രഹം പറഞ്ഞേ, ദാഹം. അതല്ല ഹിന്ദിയിലെ കട ചായ, ചായ 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 പ്രേമി. മൊത്തം ചായയാണ് ഇവിടെ കൊടുക്കുന്നത്. വണ്ടി ആ വണ്ടി ചരിഞ്ഞു. അത് കാറിന്റെ ബോഡി മാത്രമേ ഉള്ളൂ, എഞ്ചിനൊന്നും ഇല്ല, വെയിറ്റില്ല. ലാലിപ്പോപ്പ് മൊത്തം എവിടെ കയറി തുടങ്ങിയ ലാലിപ്പോപ്പ് അങ്ങനെ ലാലിപ്പോപ്പ്.
താഴെ കൂടെ കയറി. അല്ല ഇത് മാർക്കറ്റിംഗ്. ഇവിടെ നമ്മളൊന്ന് കയറി മറ്റേ ഇതുണ്ടോ പാനിപ്പൂരി ഒക്കെ അത് ഇല്ലേ പാനിപ്പൂരി. അല്ല നേരത്തെ ഇതായിരുന്നു ഒരു മനുഷ്യനായിരുന്നില്ലേ വാന്ന് അതന്നെ. അല്ല ഞാൻ പല സ്ഥലത്ത് ഇങ്ങനെ വാന്ന് കാണിച്ചു അതിട്ട് ബലൂൺ പുറത്ത് കാണിക്കണം. ശരിയാ ഞാൻ വേറെ എവിടെയെങ്കിലും ഉത്സവത്തിൽ ഏതോ കൊച്ചിന്റെ ബലൂൺ പുറത്തു. അങ്ങനെ നമ്മൾ വേങ്ങല്ലൂർ ബൈപ്പാസ് എത്തിയിരിക്കുകയാണ്. നമ്മൾക്കിവിടെ ഡയറക്ഷണൽ ബോർഡ്സ് കാണാം. ലെഫ്റ്റ് പോയാൽ തൃശ്ശൂർ എയർപോർട്ട് ഭാഗത്തേക്ക് പോകാം, നേരെ പോയാൽ മൂന്നാർ പോകും. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഏതായാലും നമുക്ക് യാത്ര തൃശ്ശൂർ ഭാഗത്തേക്ക് തുടരാം.